ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് LGS 2021 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ആണ്. അപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം 1 to 80 എന്ന് പറയുന്നത് LGSകാരെ സംബന്ധിച്ചിടത്തോളം GK പാർട്സും ബാക്കി 20 മാർക്സ് എന്ന് പറയുന്നത് മാത്സിന്റെയാണ്. അപ്പൊ നമ്മൾ 70 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇന്നിപ്പോ നമ്മൾ 71ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് 80 ക്വസ്റ്റ്യൻ വരെയാണ് ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ മാത്സിന്റെ 20 ഉണ്ട്. അത് ഞാൻ മാത്സ് എടുത്തു തരാം. കാരണം LDC മെയിൻസിന്റെ മാത്സും ചെയ്തിട്ടില്ല. LDC മെയിൻസ് മാത്സ്, LGS മെയിൻസ് മാത്സ് നമുക്ക് ഈവനിങ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ക്ലാസ് തന്നോളാം കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സമയം വളരെ കുറവാണ്. പിള്ളേർ വിചാരിക്കും എക്സാമിന് ഇനിയും ഉണ്ടല്ലോ എന്ന്. പക്ഷെ ദിവസങ്ങൾ ഉണ്ടെങ്കിലും പഠിക്കാനുള്ള ടോപ്പിക്സ് കൂടുതലാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ കമന്റിൽ കാണാറുണ്ട് ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്നൊക്കെ. ഇത് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ശരണമേ എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇത് സ്മാർട്ട് വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സിലബസ് ഉണ്ട്. ആ സിലബസ് വൈസ് നിങ്ങൾ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ LGS അല്ലെങ്കിൽ LDCയുടെ പെയ്ഡ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ LGSനും LDCക്കും ക്ലാസ് കിട്ടും. അതോടൊപ്പം SCRT സ്റ്റഡി മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കിട്ടും. ഏതോ ഒരു കമന്റിന്റെ അടി കണ്ടു പെയ്ഡ് ക്ലാസ്സിൽ SCRT മെറ്റീരിയൽ ഫ്രീയോ എന്താണെന്നുള്ളത്. SCRT മെറ്റീരിയൽ ആക്ച്വലി LDCയുടെയും LGSന്റെയും കോഴ്സിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഞാൻ എൻ്റെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു മാർക്ക് സ്കോർ ചെയ്തോട്ടെ, കാരണം അവരുടെ റാങ്ക് എന്ന് പറയുന്നത് എൻ്റെ റാങ്കാണ്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ആ കുട്ടികൾക്ക് SCRT സ്റ്റഡി മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് തികച്ചും ഫ്രീ തന്നെയാണ്, കോഴ്സിനകത്ത് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ആ കമന്റ് ഇട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 71, ശുദ്ധജലത്തിന്റെ pH മൂല്യത്തിന്റെ അളവ്. ഇത് ഒരു SCRT ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരുപാട് തവണ PSC നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ശുദ്ധജലത്തിന്റെ pH അളവ്. ഓപ്ഷൻ നോക്കിയേ, pH 5, pH 7, pH 8.5 ആൻഡ് pH 10. ശുദ്ധജലത്തിന്റെ pH അളവ് എപ്പോഴും എന്താണ്? pH 7 ആണ്. ഓക്കെ, pH 7 ആണ്. ഓർത്ത് വെക്കുക, ശുദ്ധജലത്തിന്റെ pH മൂല്യത്തിന്റെ അളവ് pH 7. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിലെ ബാഹ്യ പരാഗം. ബാക്ടീരിയ, പേൻ, വൈറസ്, വിര. കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം മനുഷ്യ ശരീരത്തിലെ ബാഹ്യ പരാഗം അല്ലെ. ബാഹ്യ പരാഗം ഇതിനകത്ത് ഏതാണ്? പേനാണ് അല്ലെ. പേൻ ആണ് മനുഷ്യ ശരീരത്തിലെ ബാഹ്യ പരാഗം. നെക്സ്റ്റ്, അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യാൻസർ രോഗം, 5ാം പനി, ക്ഷയം, കുഷ്ഠം. അശ്വമേധം പ്രചാരണം ബന്ധപ്പെട്ടിരിക്കുന്നത് കുഷ്ഠവുമായിട്ടാണ്. പത്രമൊക്കെ നന്നായിട്ട് വായിക്കുന്ന മനുഷ്യനാണെങ്കിൽ അറിയാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഷ്ഠരോഗത്തിന്റെ ക്യാമ്പയിന്റെ കാര്യങ്ങൾ അശ്വമേധത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില സമയങ്ങളിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിക്കാറുണ്ട്. അപ്പൊ അശ്വമേധം പ്രചാരണം, കുഷ്ഠം. നെക്സ്റ്റ്, സ്വാന്തന പരിചരണം നൽകുന്നു. ഗർഭിണിയായ സ്ത്രീക്ക്, കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്, നവജാത ശിശുവിന് മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. ആർക്കാ സാധാരണ സാന്ത്വന പരിചരണം നൽകുന്നത്? സാന്ത്വന പരിചരണം നൽകുന്നത് ആർക്കാ? കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് അല്ലെ. കിടപ്പ് രോഗികൾക്ക് നൽകുന്നതാണെന്ത്? സാന്ത്വന പരിചരണം. ഓർത്തു വയ്ക്കുക, കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ കിടപ്പ് രോഗികൾക്കാണ് സാന്ത്വന പരിചരണം നൽകുന്നത്. നെക്സ്റ്റ്, ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. എന്ത് സിമ്പിൾ അല്ലേ നോക്കിയേ. പ്രമേഹം, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ, ഹൃദയ സംബന്ധമായ അസുഖം. ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹമാണ് അല്ലെ. ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പ്രമേഹം. 71 to 75 ഈ 5 ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എത്ര സിമ്പിൾ ആയിട്ട്, എത്ര ആർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നെക്സ്റ്റ്, വിറ്റമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. ഇത് ഞാൻ 150 ടോപ്പിക്സ് തന്നതിനകത്ത് വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എക്സാമിനേഷൻ ചോദിക്കുന്നൊക്കെ. അപ്പൊ 150 ടോപ്പിക്സിൽ നമ്മൾ വിറ്റമിൻസും വിറ്റമിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളും പഠിച്ചു. ആ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് ഇതാണ്. വിറ്റമിൻ എയുടെ അഭാവം മൂലം കൊണ്ട് എന്തുണ്ടാകുന്നൊക്കെ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. തിമിരം, ഗ്ലോക്കോമ, നിശാന്തത മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. വിറ്റമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത ഏതാണ്? ഓഫ് കോഴ്സ് അത് നിശാന്തതയാണ് അല്ലെ. എന്നിട്ട് നമ്മൾ മാലക്കണ്ണെന്ന് പറഞ്ഞു, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓർമ്മയുണ്ടെങ്കിൽ നല്ലത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്?
ഡോക്ടർ ഹർഷവർദ്ധൻ, ശ്രീ മൻസുഖ് മാണ്ഡവ്യ, ശ്രീമതി വീണ ജോർജ്, ശ്രീമതി കെ ശൈലജ. ക്വസ്റ്റ്യൻ കേരളത്തിന്റെ അല്ല, ഇന്ത്യയുടേതാണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് എക്സാമിനേഷന് ചോദിക്കും. അപ്പം ഈ പോസ്റ്റ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പറഞ്ഞുകൊണ്ട് വരുന്നത് കൊണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സുകൾ കുറച്ചുകൂടി മുന്നോട്ട് പോയതിനു ശേഷം ഞാൻ ഇതേപോലത്തെ ടോപ്പിക് തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വകുപ്പ് ആരെങ്കിലും ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം കൺഫ്യൂഷൻ ഉണ്ടാവും എക്സാം ടൈമില്. അത് ഉണ്ടാകാതിരിക്കുന്നതിനാണ് എക്സാമിനോട് അടുക്കുന്ന സമയങ്ങളിൽ ഇതുപോലെയുള്ള മന്ത്രിമാരുടെ കാര്യങ്ങൾ അവരുടെ വകുപ്പ് ആ സമയത്തോടനുബന്ധിച്ച് ഞാൻ തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? മൻസുഖ് എൽ മാണ്ഡവ്യാണ് കേട്ടോ. ശ്രീ മൻസുഖ് എൽ മാണ്ഡവ്യ അല്ലെങ്കിൽ മൻസുഖ് മാണ്ഡവ്യാണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? കോവാക്സിൻ, കോവിഷീൽഡ്, ഫൈസർ, സ്പുട്നിക് വി. ഇതൊക്കെ നമുക്ക് അറിയാം. കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാവരും വാക്സിന് വേണ്ടിയിട്ട് ഓടിയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. വാക്സിൻ എടുക്കുന്നതിന് ബുക്ക് ചെയ്തും ആ ഒരു കാലത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് എത്രയാണ് വൈകിട്ട് 4 PM കണ്ട് ഏതൊക്കെ ഹോസ്പിറ്റലാണെന്ന് ലിസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ നമുക്കറിയാം കോവാക്സിൻ നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ് അല്ലെ. അതുപോലെ തന്നെ കോവിഷീൽഡും നമ്മുടേതാണ്. അപ്പം കോവാക്സിൻ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ ആണ്. കോവിഷീൽഡും എന്താണ്? ഇന്ത്യ വികസിപ്പിച്ചെടുത്തതാണ്. ഓപ്ഷൻ നോക്കിയേ, 1 and 2, 3 and 4, 1 and 4, 1, 2 and 4. നമുക്കറിയാം 1, 2 അതായത് എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. കോവാക്സിനും കോവിഷീൽഡുമാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻസ്. അടുത്ത നോക്കൂ, 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം COVID-19, എബോള, സിക്ക, മുകളിലുള്ളവയല്ല. ഇത് തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. നമുക്കറിയാം 2019 കേരളത്തിലെ 2021 ജൂലൈ 8 തോന്നുന്നു. 2021 ജൂലൈയിലാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തില് ഫസ്റ്റ് സിക്ക റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം ഏതായിരുന്നു? സിക്കയാണ് കേട്ടോ. സിക്കയാണ്. സിക്ക വൈറസ് ആണ് രോഗകാരി എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പം സിക്കയാണ് 2021 കേരളത്തില് ഉയർന്നു വന്ന രോഗം. 2021 ജൂലൈയിലാണ് സിക്ക റിപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ജീവിതശൈലി രോഗനിയന്ത്രണം, മലേറിയ നിയന്ത്രണം, ക്ഷയരോഗ നിയന്ത്രണം. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? നമുക്കറിയാം ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള അവാർഡാണ് 2021 ഐക്യരാഷ്ട്രസഭയിൽ നിന്നും കേരളം നേടിയത്. 71 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചെയ്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്തതിനകത്ത് ഒരു കാര്യം, നമ്മുടെ കേന്ദ്രമന്ത്രി, അതായത് കേന്ദ്രമന്ത്രിയും വകുപ്പുകളും എന്നുള്ളൊരു ഭാഗം വരുന്നുണ്ട്. അപ്പൊ അത് LDCക്കും നമ്മളോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, LGSനും ചോദിക്കുന്നുള്ള ഉറപ്പാണ്. അത് സംസ്ഥാന തലത്തിലായിക്കൊള്ളട്ടെ, അതായത് കേരള സംസ്ഥാനത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദെയർ വകുപ്പുകളും ഒക്കെ നമ്മളോട് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിന്റെ ആ ഒരു ക്ലാസ് ഞാൻ ഇപ്പൊ തരുന്നില്ല. തരാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ വല്ല അങ്ങോട്ട് വകുപ്പ് മാറും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ആകും. അപ്പൊ അത് എക്സാമിന് മുന്നോടിയായിട്ട് നമുക്കത് ചെയ്ത് പഠിച്ചു പോകാം. അതായിരിക്കും നല്ലത്. ഇപ്പോഴേ അത് പഠിച്ചു വെക്കേണ്ട, എക്സാമിന് മുന്നോടിയായിട്ട് നമുക്കത് പഠിക്കാം. അപ്പം ആ ക്ലാസ് പിന്നീട് തന്നോളാം കേട്ടോ. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു മാത്സിന്റെ അത് നമ്മൾ ഈവനിങ് സെഷനിൽ ഉൾപ്പെടുത്തിയിട്ട് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതുവരെ പഠിച്ചതിന്റെ നോട്ട് തയ്യാറാക്കി വെച്ചവരുണ്ടെന്നൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷം. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച കുട്ടികൾക്ക് അറിയാം. നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. ഇന്നിപ്പോൾ ഈ 80 എണ്ണം നമ്മൾ കവർ ചെയ്തില്ലേ? അപ്പോൾ ആ നോട്ട് കയ്യിലുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് 1 to 80 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഓപ്ഷൻ എഴുതണ്ടെന്ന് ഞാൻ അന്നേ അവരോട് പറഞ്ഞു. ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള മെത്തേഡിൽ എഴുതാനാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ഒരു വട്ടം ഒന്ന് വായിച്ച് 1 മുതൽ 80 വരെ എഴുതിയതുണ്ടെങ്കിൽ വായിച്ച് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടില്ല. ഇതെല്ലാം ക്ലാസ്സിൽ പറഞ്ഞത് മുഴങ്ങി കേട്ട പോലെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. അപ്പം ഞാനൊരു റിവിഷനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ LDCയുടെ നമ്മൾ 2021 ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് എനിക്ക് തോന്നുന്നത് 70 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത് നമ്മൾ. അത് 70 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ആ 70 ക്വസ്റ്റ്യൻ്റെയും ആൻസറും ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലൊരു റിവിഷനാവാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്